നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് മലയാള കലാനിലയം പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കലാമണ്ഡലം സുനിൽകുമാർ സ്മാരക മലയാള കലാനിലയം പുരസ്കാരം പ്രമുഖ ഗായിക ശ്രീമതി എം ശൈലജയ്ക്കും, കലാമണ്ഡലം സുകുമാരനാശാൻ സ്മാരക യുവ തുള്ളൽ പുരസ്കാരം തകഴി ആദർശിനുമാണ് ലഭിച്ചത്. കൂത്തുപറമ്പ് മലയാള കലാനിലയം പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കലാമണ്ഡലം സുനിൽകുമാർ സ്മാരക മലയാള കലാനിലയ പുരസ്കാരം പ്രമുഖ ഗായിക ശ്രീമതി എം ശൈലജയ്ക്കും, കലാമണ്ഡലം സുകുമാരനാശാൻ സ്മാരക യുവ തുള്ളൽ പുരസ്കാരം തകഴി ആദർശിനുമാണ് ലഭിച്ചത്. കലാലയത്തിന്റെ വാർഷികാഘോഷത്തിന് പോയ കാലങ്ങളിലൊക്കെ കലാലയത്തിന് സമ്മാനിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വർഷവും ആ ഭാവനയിൽ നിന്ന് ഒട്ടും തന്നെ മുന്നോട്ട് പോവാതെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് സംഘാടകർ എന്നുള്ള നിലയിൽ. കലാലയത്തിന്റെ പുതിയ ഭരണ സാരഥ്യം ഏറ്റെടുത്ത് പുരസ്കാര സമർപ്പണം ഡിസംബർ 27-ന് കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. അതായത് കോയമ്പത്തൂര് കേന്ദ്രീകരിച്ച് ചെറിയ ചില്ലറ സംഗീത ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒതുങ്ങിപ്പോയ വലിയൊരു ഗായിക കൂത്തുപറമ്പ് നമ്മുടെ നാട് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു നായികയെ ആദരിച്ചുകൊണ്ട് നമ്മുടെ പുരസ്കാരം അവർക്ക് നൽകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശൈലജ അശോക് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ധനഞ്ജയനെ സംബന്ധിച്ചിടത്തോളം ശൈലജ ഏറ്റവും സുപരിചിതയാണ്. വളരെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ധനഞ്ജയന് ശൈലജയെക്കുറിച്ച് അറിയാം എന്നുള്ളതും 14ാമത് പുരസ്കാര ജേത്രി, കൂത്തുപറമ്പിന്റെ സംഗീതത്തെ ആയിരക്കണക്കിന് വേദികളിൽ എത്തിച്ച ആസ്വാദക ബന്ധത്തെ വാർത്തെടുത്ത കലാകാരി, കണ്ണ ആയിരക്കണ്ണ എന്ന മധുരഗാനം 80കളിൽ ജീവിച്ചവരുടെ കാതിൽ ഇന്നും അലയടിക്കുന്നുണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം മഹേന്ദ്രൻ, വിനോദ് നരോത്ത്, സജി തൃക്കണ്ണാപുരം, വിനോദ് വെള്ളോത്ത് എന്നിവർ പങ്കെടുത്തു. മലയാള കലാനിലയത്തിന്റെ 21ാം വാർഷികാഘോഷം ഡിസംബർ 23 മുതൽ 29 വരെ കൂത്തുപറമ്പിൽ നടക്കും. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.